ED ചെസ് നമ്പർ 2. CMRL മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയെ ഈ മാസം 29-ാം തീയതി വീണ്ടും സമൻസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ മാസം 17-ന് വീണയെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ EDക്ക് തൃപ്തികരമായിരുന്നില്ല. 175 ചോദ്യങ്ങളാണ് ഈ മാസം 17-ാം തീയതി വീണയോട് ചോദിച്ചത്. ആ 175 ചോദ്യങ്ങളിൽ പലതിലും വീണയ്ക്ക് ഉത്തരം മുട്ടുകയുണ്ടായി. EDക്ക് പ്രധാനമായും അറിയേണ്ടിയിരുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ 2,78,00,000 രൂപയുടെ ഇടപാട്, അതാണല്ലോ സേവനം എന്ന് പറയുന്നത്. CMRL നൽകിയ സേവനമാണല്ലോ, ആ സേവനത്തിന് കിട്ടിയ പണമാണല്ലോ ഈ 2,78,00,000 രൂപ കരിമണൽ കർത്തയിൽ നിന്നും. അപ്പോൾ ഈ 2,78,00,000 രൂപയുടെ സേവനം എന്താണ്? ഇതാണ് EDക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം. പിന്നീട് രണ്ടാമത്, CMRL അനുബന്ധ കമ്പനിയാണല്ലോ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവിടെ നിന്ന് വീണ 50 ലക്ഷം രൂപ വായ്പയും വാങ്ങിയിട്ടുണ്ട്. അതിൽ 4 ലക്ഷം രൂപയെ തിരിച്ചടച്ചിട്ടുള്ളൂ. എന്തിനാണ് വായ്പ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനും വീണയ്ക്ക് കൃത്യമായി ഉത്തരമില്ല. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം നേരത്തെ തന്നെ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള ഒരു EDയുടെ പദ്ധതിയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. എന്താണത്? ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസം തുടച്ചു നീക്കുക എന്നുള്ളത് RSSന്റെ പ്രഖ്യാപിത അജണ്ടയാണ്. അത് ഗുരുജി ഗോൾവാർക്കർ വിചാരധാരയിൽ കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്ന വിചാരധാരയിലെ ആ അധ്യായത്തിൽ 3 ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് ഗുരുജി ഗോൾവാർക്കർ പറയുന്നുണ്ട്. ഒന്നാമത്തെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. രണ്ടാമത്തെ ആഭ്യന്തര ശത്രുക്കൾ ക്രൈസ്തവരാണ്. മൂന്നാമത്തെ ആഭ്യന്തര ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ 3 ആഭ്യന്തര ശത്രുക്കളാണ് RSSന് ഇന്ത്യയിലുള്ളത്. RSS നയിക്കുന്ന BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇവിടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഈ വർഷം മാർച്ച് 31-ന് സായുധ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള മാവോയിസ്റ്റുകളെ എന്നേക്കുമായി ഇന്ത്യയിൽ നിന്ന് ആഭ്യന്തര മന്ത്രാലയം തുടച്ചു നീക്കി. അമിത്ഷായുടെ ഒരു വാഗ്ദാനമായിരുന്നു, BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, ആയുധമേന്തിയ കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കുമെന്നുള്ളത്. അതായത് മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കും. അതിനൊരു കാലപരിധിയും വെച്ചിരുന്നു, മാർച്ച് 31, 2026. അങ്ങനെ 2026 മാർച്ച് 31-ന് അമിത്ഷാ ഇന്ത്യയെ ഈ ചുവപ്പ് ഭീകരത ഇല്ലാത്ത രാജ്യമായി പ്രഖ്യാപിച്ചു. മാവോയിസ്റ്റ് മുക്ത രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചു. ഇനിയുള്ളത് ഏതാണ്ട് 50ഓളം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, ചെറുതും വലുതുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPIM എന്നുള്ളത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ ഒരു സംസ്ഥാനത്തും ഭരണത്തിലില്ല. ത്രിപുരയിലില്ല, പശ്ചിമ ബംഗാളിലില്ല, കേരളമായിരുന്നു അവസാന തുരുത്ത്, അവിടെയുമില്ല. വെറും 24 സീറ്റുകളിൽ ഒതുങ്ങി CPM ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചുവപ്പിനെ ഇല്ലാതാക്കുക എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിത അജണ്ടയാണ്, RSSന്റെ പ്രഖ്യാപിത അജണ്ടയാണ്, എഴുതി വെക്കപ്പെട്ട അജണ്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ED അന്വേഷണം എന്ന് പറയുന്നത് വീണയിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ. കാരണം EDയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് നമുക്കറിയാമല്ലോ BJP സർക്കാരാണ്. ഇവിടെയൊക്കെ BJPക്കെതിരായി ശബ്ദമുയരുന്നുവോ അവിടെയൊക്കെ തന്നെ ED വരും. രാഹുൽ ഗാന്ധിക്കെതിരെ ED വന്നു, സോണിയാഗാന്ധിക്കെതിരെ ED വന്നു, ചിദംബരത്തിനെതിരെ ED വന്നു. ആരൊക്കെ എവിടെയൊക്കെ BJPക്കെതിരെ ശബ്ദിക്കുന്നു അവിടെ എല്ലാം തന്നെ EDയെ അയച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതികാരം തീർക്കുക എന്നുള്ള നിലപാടാണ് BJPക്കുള്ളതെന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ ആരോപിക്കുമ്പോഴാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഈ 2,78,00,000 അദ്ദേഹത്തിൻ്റെ മകളുടെ മേൽ ഉള്ള ഒരു ആരോപണമായി തെളിയിക്കപ്പെടേണ്ട ബാധ്യതയായി വന്നിരിക്കുന്നത്. സത്യത്തിൽ ED ഈ പറയുന്ന ഇത് വളരെ ചെറിയ ഒരു തുകയാണ്. EDയെ സംബന്ധിച്ച് 10-500 കോടി രൂപയുടെ ഹവാല ഇടപാടൊക്കെ അന്വേഷിക്കുന്ന വലിയ ഏജൻസിയാണ്. അവർ എന്തിനാണ് ഈ ചെറിയ ഒരു തുകയ്ക്ക് വേണ്ടി ഇത്രയും കിടന്ന് വട്ടം പിടിക്കുന്നത്? EDയുടെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീനൊക്കെ നേരിട്ട് കൊച്ചിയിൽ വന്നിട്ടാണ് ഇത് യോഗം പ്ലാൻ ചെയ്യുന്നതും ആസൂത്രണം ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇത് പിണറായി വിജയനിലേക്കാണ് ഇതിൻ്റെ അന്വേഷണം എത്തുന്നത്. അവർക്ക് വേണ്ടത് വീണയല്ല, മറിച്ച് പിണറായി വിജയനെയാണ് ഇതിൽ ആത്യന്തികമായി ED ലക്ഷ്യമിടുന്നത്.
അത് പിണറായി വിജയൻ കൈക്കൂലി വാങ്ങിയ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്തൊക്കെയോ തരികിട കാണിച്ചുണ്ടാക്കിയ പണമാണ് ഈ 2,78,00,000 രൂപയെന്ന് ED ബലമായി സംശയിക്കുന്നു. മാത്യു കുഴൽനാടൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്ന ആരോപണം അതാണ്. പിണറായി വിജയൻ അഴിമതിയിലൂടെ നേടിയെടുത്ത പണം ഈ മകളുടെ പേരിൽ മകളെ ബലിയാടാക്കിക്കൊണ്ട് ഒരു കടലാസ് കമ്പനി തട്ടിക്കൂട്ടി, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി തട്ടിക്കൂട്ടി ആ ഇതുവഴി ഇത് വെളുപ്പിച്ചിട്ട്, ഈ അഴിമതി പണം വെളുപ്പിച്ചിട്ട് അതിന് ടാക്സ് അടച്ച് അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത വിജയന്റെ അഴിമതി പണമാണ് ഇത് എന്ന് മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാവണം EDയുടെ മനസ്സിലും. കാരണം വീണയെ ഈ 2,78,00,000 രൂപയ്ക്ക് വേണ്ടി കിടന്ന് ഇത്രയും EDയുടെ ഡയറക്ടറൊക്കെ ഡൽഹിയിൽ നിന്ന് പറന്നു വന്ന് നടത്തുന്ന അന്വേഷണമൊക്കെ എന്തിനാണ്? കാരണം ഈ പറയുന്നത് വളരെ ചെറിയ തുകയാണ്. EDയുടെ മുൻകാല കേസുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 500 കോടി 600 കോടി ഇത്തരം ഹവാല ഇടപാടും ഇന്റർനാഷണൽ തലത്തിലുള്ള ഇടപാടുകളൊക്കെയാണ് ED അന്വേഷിക്കുന്നത്. ഇത് അവരെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ തുകയുടെ ഒരു അന്വേഷണമാണ്. അപ്പോൾ ED ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് BJP അജണ്ട അല്ലെങ്കിൽ RSSന്റെ അജണ്ട പ്രകാരം ഈ പറയുന്ന ചുമപ്പിനെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ 29-ാം തീയതി ജൂൺ 29-ാം തീയതി വീണ EDക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ ഇന്ന് ഈ 175 ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചതിൽ പലതിലും അറിയില്ല എന്നാണ് EDക്ക് മുൻപാകെ വീണ മറുപടി നൽകിയിട്ടുള്ളത്. കുടുംബത്തിലെ ആരെങ്കിലും പണമിടപാട് നടത്തിയിട്ടുണ്ടോ? നമുക്കറിയാമല്ലോ, കരിമൽ കർത്തയുടെ ഡയറിയിൽ നിന്നും PV എന്ന് പറയുന്ന ഒരു ചുരുക്കപ്പേര് ലഭിച്ചിട്ടുണ്ട്. അത് പിണറായി വിജയനാണെന്ന് പറയപ്പെടുന്നു. അത് നമുക്കറിയില്ല, അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ആ പേരിലടക്കമുള്ളവയാണ് ഇപ്പോൾ ED ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. PV ആരാണ്? PVയിലേക്ക് ഈ അന്വേഷണം, പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം കരിമൽ കർത്തയുടെ ഭാര്യ ജയ, കരിമൽ മക്കളായിട്ടുള്ള ശരൺ, ഷിബി എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അവർക്ക് കിട്ടിയെന്നറിയുന്നു. അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും വീണയെ ചോദ്യം ചെയ്യുക. കൃത്യമായി തന്നെ അവർക്കറിയാം, EDക്കറിയാം, വീണയിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. 2017 ജനുവരി മുതൽ 2020 ജൂൺ വരെയാണല്ലോ ഈ ഒരു ഇടപാട് നടന്നിട്ടുള്ളത്. വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപയും CMRന് 3 ലക്ഷം രൂപയും പ്രതിമാസം നൽകിക്കൊണ്ടിരുന്നു കരിമൽ കർത്ത. എന്തിനു വേണ്ടിയിട്ടാണ് ആ പണം എന്നുള്ളതാണ് തെളിയിക്കേണ്ടത്. പക്ഷേ വീണയ്ക്കത് തെളിയിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേന്ദ്ര EDയുടെ വിദൂര ലക്ഷ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെസ് നമ്പർ 2 എന്ന് ED കണക്ക് കൂട്ടിയിരിക്കുന്ന പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം നീളുന്നത്. അവർക്ക് വീണയെ ഒരുപക്ഷെ 29-ാം തീയതി അറസ്റ്റ് ചെയ്യാനാവും. കാരണം വീണയുടെ മുന്നിൽ ഇപ്പോൾ SFIOയുടെ രേഖകൾ കൂടി വന്നിരിക്കുകയാണ്. 34 രേഖകളുടെ പകർപ്പ് കൂടി വന്നിരിക്കുകയാണ്. ഇന്നലെ SFIO ആ രേഖകൾ EDക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 10 ദിവസത്തിനകം SFIO രേഖകൾ മുഴുവൻ വിട്ടുകൊടുക്കണമെന്ന് കൊച്ചിയിലെ കോടതി പറഞ്ഞിട്ടുള്ളതാണ്. കലൂരിലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് കോടതിയാണ് 10 ദിവസത്തിനകം എല്ലാ രേഖകളും ഈ SFIO EDക്ക് കൈമാറണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ കാലാവധി അവസാനിച്ചത് വീണയെ ചോദ്യം ചെയ്ത അതേ ജൂൺ 17-ാം തീയതി ആയിരുന്നു. പക്ഷെ പിന്നീടുള്ള നീക്കങ്ങൾക്ക് SFIO തടസ്സമായി. SFIO ഈ പറയുന്ന രേഖകൾ കോടതി ഉത്തരവുണ്ടായിട്ടും EDക്ക് കൈമാറിയില്ല. അത് കാരണം EDയുടെ അന്വേഷണം പെട്ടെന്ന് നിലയ്ക്കുകയായിരുന്നു. ഇന്നലെ ED വീണയ്ക്ക് അക്കൗണ്ടുള്ള തിരുവനന്തപുരത്തെ MG റോഡിലുള്ള HDFC ബാങ്കിലെ ലോക്കറിലടക്കം പരിശോധിച്ചു. പക്ഷേ ആ ഒരു മുന്നേറ്റത്തിന്, EDയുടെ ചടുലമായിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തിന് പെട്ടെന്ന് തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു SFIOയുടെ ഈ രേഖകൾ കൈമാറാതെയുള്ള അവരുടെ നിലപാട്. പക്ഷേ ഇന്ന് SFIO ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ED ഉദ്യോഗസ്ഥരും തമ്മിൽ ധാരണയായി 2 ദിവസത്തിനകം തന്നെ ഈ രേഖകളെല്ലാം കൈമാറാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായും 29-ാം തീയതി വീണയ്ക്ക് വലിയ കുരുക്കാണ് ഒരുങ്ങുന്നത്. ഈ 134 രേഖകളടക്കമുള്ളവ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 17-ാം തീയതിയുള്ള ചോദ്യം ചെയ്യലിന് EDയുടെ കയ്യിൽ കാര്യമായ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. ED അന്ന് മെയ് 27-ലെ റെയ്ഡിൽ പിടിച്ചെടുത്തിരിക്കുന്ന രേഖകളൊക്കെ വെച്ചുകൊണ്ടാണ് വീണയെ ചോദ്യം ചെയ്തത്. പക്ഷേ വീണയ്ക്ക് പലതിലും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അടുത്ത ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ വീണയുടെ
അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. കാരണം ഇ ഡിയുടെ മുന്നിൽ പറയുന്ന എന്താണോ അതാണ് തെളിവായി വരുന്നത്. വീണ എന്തു പറഞ്ഞാലും അത് തെളിവായി മാറും. നേരെ കോടതിയിലേക്ക് പോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് വീണയുടെ പേരിൽ കാര്യങ്ങൾ മാറുമ്പോൾ ഇ ഡി യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് പിണറായി വിജയനെ തന്നെയാണ്. പിണറായി വിജയനെ ഇ ഡി വിളിച്ചു വരുത്തുന്ന ഒരു ഘട്ടമുണ്ടായാൽ കേരളത്തിൽ തീർച്ചയായിട്ടും അത് വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന് കാരണമാകും. കാരണം നമുക്കറിയാമല്ലോ, മെയ് 27 ഇ ഡിയുടെ പിണറായി വിജയന്റെ വസതികളിലെ റെയ്ഡുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അക്രമ സമരങ്ങൾ, അതിലെ 26 പേർ ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ഇ ഡി വീണയെ 29-ാം തീയതി ചോദ്യം ചെയ്ത് ഒരുപക്ഷെ വീണയെ അറസ്റ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ തന്നെ ആ അന്വേഷണം പിണറായി വിജയനിലേക്ക് നീളുകയും പിണറായി വിജയനെ വിളിച്ചു വരുത്തുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്താൽ അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുകയും പിണറായി വിജയന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഏത് തരത്തിലും ഈ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ സ്വയം ശ്രമിക്കുന്നുണ്ടാവാം. എന്തു തന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ചെസ് നമ്പർ 2 എന്ന് പറയുന്നത്, ഇ ഡിയുടെ ചെസ് നമ്പർ 2 എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.